ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇന്നത്തെ ക്ലാസ് വളരെ രസകരമായിരിക്കും കുട്ടികളെ. ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. കുട്ടികളെ, മറ്റുള്ളവരുടെ സ്വപ്നത്തിലേക്ക് എങ്ങനെ പോകാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് പോകാം. ഈ എക്സസൈസ് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് നോക്കട്ടെ. അലീസിയോ, ഡ്രിമീസിയോ, എൻഡർസിയോ, എക്സ്പെർസിയോ. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും കണ്ടോളൂ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വപ്നത്തിൽ കൂടി ഐസ്ക്രീം തരാൻ പോകുകയാണ്. ഇതാ പിടിക്കുക. ഈ ഐസ്ക്രീം കഴിക്കൂ. താങ്ക് യു മാഡം, താങ്ക് യു. നീ കഴിക്കൂ, നീ കഴിക്കൂ, നീയും കഴിക്കൂ. ഓക്കെ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഇപ്പോൾ പറയൂ കുട്ടികളെ, നിങ്ങൾ സ്വപ്നത്തിൽ എന്താണ് കണ്ടത്? കണ്ടോ? ഞാൻ ഒരേ സമയം എല്ലാവരുടെ സ്വപ്നത്തിലും വന്നു. എന്നിട്ട് എല്ലാവർക്കും ഐസ്ക്രീം നൽകി. എല്ലാവരും ഒരേ സ്വപ്നമാണ് കണ്ടത്. ഇപ്പോൾ പറയൂ, ആരാണ് മാജിക് ട്രൈ ചെയ്യാൻ പോകുന്നത്? രുദ്ര, എന്താ നീ ട്രൈ ചെയ്യുന്നോ? അത് വേണ്ട മാഡം, ഈ മാജിക് ഒരൽപ്പം ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് ഞാനിത് ഒരൽപ്പം പ്രാക്ടീസ് ചെയ്യാൻ വിചാരിക്കുന്നു. എന്നാ ശരി, വേണ്ട. മറ്റാരെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? ഞാൻ ചെയ്യാം. രുദ്രയ്ക്കുള്ള പേടി എന്താണെന്നറിയോ മാം? അവന്റെ മാജിക് അങ്ങാണ് ഫെയിൽ ആയി പോയാലേ ക്ലാസ്സിലുള്ള എല്ലാരും അവനെ അപമാനിക്കുന്നുള്ള പേടിയാ. ഹമീസിയോ, റിമീസിയോ, ഇൻട്രസ്റ്റിയോ, എക്സ്പ്രസിയോ. ചേടാ, ഇതിപ്പോ എന്റെ നേർക്കാണല്ലോ വരുന്നത്. ഇത് കണ്ടില്ലേ, ഇവൻ എല്ലാരും ഉറക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ ഇവൻ ഉറങ്ങിയിരിക്കുന്നു. അവൻ ആരെങ്കിലും വിളിച്ചോണത്ത്. നീ സ്വയം ഉറങ്ങാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നല്ലേ? ഇനി വീട്ടിലേക്ക് പോയിട്ട് നീ എല്ലാരെയും ഉറക്കാൻ ശ്രമിക്ക്. ഇതിനിപ്പോ ചിരിക്കാൻ മാത്രം എന്താ ഉള്ളത്? ഒരു തെറ്റ് പറ്റിപ്പോയി, അത് എല്ലാവർക്കും പറ്റുന്നതാ. ബ്രേക്ക് ടൈം. ഓക്കെ കുട്ടികളെ, പോകൂ. ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. ഞങ്ങളെ ഇഷ്ടമല്ല കളിയാക്കിയത്. സ്വഭാവമാക്കിയിരിക്കുക. മൈരയും വരണം. രുദ്ര എന്ത് പറഞ്ഞാലും ചെയ്യുന്ന സ്വഭാവക്കാരാ. ആ രുദ്ര ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചേനെ. ആ രുദ്ര അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ മാജിക്, ഞാൻ മായാജാലക്കാരനാണ്. എന്നെ കണ്ടു പേടിക്കണം. ഞാനാണ് ഷക. അമ്മാവാ, ഞങ്ങളെ എന്തിനാ പേടിപ്പിക്കുന്നേ? ചെന്ന് രുദ്രയെ പേടിപ്പിക്കുന്നേ. ചേടാ, ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ രുദ്രയെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഞാനിപ്പോൾ അവന്റെ സ്വപ്നത്തിൽ കയറി ചെല്ലും. അങ്ങനെ ഞാൻ അവിടെ ഒരു കലാപവും ഹിംസയും അവിടെ ചെയ്യും. അത് അവന് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനുള്ളതായിരിക്കും. അവനെ ഞാനിന്നൊരു വഴിയാക്കാതെ വിടില്ല. ഇനി അവൻ വിചാരിച്ചാലും മൈരയും വരുണേയും രക്ഷിക്കുവാനും ആവില്ല. Amicio, Ramicio, Interestio,
ഹാ? വരുണത് എങ്ങോട്ടാ പോയത്? ആ? അല്ല, നീ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ആ വരുണിനെ ഒന്ന് ഉറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ തീർച്ചയായും പുറത്തു പോയി കാണും. വാ വാ, പോയി നോക്കാം. ആ? 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 അവനിത് എങ്ങോട്ടാ പോയേ? ആ, രുദ്ര, ദേ അങ്ങോട്ട് നോക്ക്. ഏയ് വരുൺ, നിക്ക്. സർ, എഴുന്നേക്കൂ. അല്ല, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നേ? ഞാനും വരാം. ഇതെന്താ എന്നെ ഈ തട്ടിയിട്ടിട്ട് പോയത്? സർ, നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ? ഇല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും എന്നെ തള്ളിയിട്ടിട്ട് പോയത് ആരാണ്? മാം, അല്ല, ഇതാരാ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് പറന്നു പോകുന്നത്? ആരെങ്കിലും അവരൊന്ന് തടഞ്ഞു നിർത്ത്, തടഞ്ഞു നിർത്ത്. എന്താ ഇങ്ങനെ കാറ്റിൽ പറന്നു പോകുന്നത്? ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്ത്. തടഞ്ഞു നിർത്ത്, ആരോ പറന്നു പോകുന്നുണ്ട്. Ball Prieto! ഇന്നത്തെ കാര്യം പോക്ക. അല്ല, നിങ്ങൾ ഇതെവിടെ എന്ത് ഡ്രാമയാ ചെയ്തോണ്ടിരിക്കുന്നത്? അത് മാം, അത് ഞാൻ. ഡിറ്റൻഷൻ 2 മണിക്കൂർ റൂമില്. പക്ഷെ ഇതിൽ എന്റെ തെറ്റേതോ ഇല്ല മാം. ഇതൊക്കെ ചെയ്തത് ഇവളാണ്. മൈര, നിനക്കും ഡിറ്റൻഷൻ. ബ്രേക്ക് ഓഫ്. പാവം വരുൺ. പക്ഷെ മൈര അങ്ങനെയൊക്കെ ചെയ്യരുതായിരുന്നു. ഞാൻ ബായ്ജീക്, ഞാൻ മായാജാലക്കാരൻ. നല്ലവണ്ണം കിടന്നുറങ്ങിക്കൂ. ഇപ്പോ ഞാൻ നിന്റെ സ്വപ്നത്തിലേക്ക് കടക്കും. പിന്നെ നീ കാണാൻ പോകുന്നത് നിന്റെ കൂട്ടുകാര് മയറയും വരുണിനെയും ഞാൻ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് കണ്ടോ. നീ എത്ര ശ്രമിച്ചാലും അവരെ രക്ഷിക്കാനാവില്ല. അവര് ജെനിയെയും ജോഡിയെയും വളരെയധികം അപമാനിച്ചു. ഇന്ന് അവരെ ആർക്കും രക്ഷിക്കാനാവില്ല. രുദ്ര, നിന്റെ കൂട്ടുകാര് അവരുടെ കഥ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ നിനക്ക് അവരെ രക്ഷിക്കാനാവില്ല. അക്കീറ, സക്കീറ, ക്രോക്കഡോയിൽ ഫക്കീറ. നീ എന്തിനാ എന്റെ പേര് പറഞ്ഞത്? നിനക്കറിയായിരുന്നല്ലോ ഞാൻ മനഃപൂർവ്വം അല്ലാതെ ചെയ്തെന്ന് അറിയാലോ. ഇനി ഞാനും കുറെ നേരം ഡിറ്റൻഷൻ റൂമിൽ കയറി ഇരിക്കേണ്ടി വരും. സോറി മൈര, അറിയാതെ പറഞ്ഞു പോയതാ. മുതലകളൊക്കെ എവിടുന്നാ വന്നത്? രക്ഷിക്കണേ! ഓടിക്കോ! ആരെങ്കിലും രക്ഷിക്കുക! വരുൺ, നമുക്ക് ആ മുറി കയറി പതുങ്ങിയിരിക്കാം. വാ. ഒന്ന് വേഗം വാ, വേഗം ഓട്. വേഗം ഓട്, വേഗം ഓട്. മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഈ ഡൈസ് വലിച്ചെറിയൂ, എന്നിട്ട് പോകൂ. ഇത് സ്നേക്ക് ആൻഡ് ലാഡർ റൂമാണല്ലോ. ഡൈസ് എറിയാതെ നമുക്ക് മുമ്പോട്ട് പോവാൻ പറ്റൂല. രണ്ട്.
ഗിലിഗിലി ചൂ. ഓ, ഓ, 5. ശകൽ, ഇപ്പൊ നീ ചെയ്യുന്നത് ചീറ്റിംഗ് ആണ്. ഡൈസ് ഇട്ട് കറക്കുന്നത് നീയാണ്. ചീറ്റിംഗ് ചെയ്യരുത്. മൈര, വരുൺ, ഇവൻ ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പാമ്പിന്റെ അടുത്ത് കൊടുങ്ങും. വരുൺ, എന്തെങ്കിലും ചെയ്ത് ഇവിടുന്ന് നിങ്ങൾ കടന്നു പോയേ പറ്റൂ. ചെല്ലു. നമ്മള് ഇപ്പൊ എന്താ ചെയ്യാ? രുദ്ര ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമായിരുന്നു. മൈറ, വരുൺ, നിങ്ങൾ മുന്നോട്ട് പോയാൽ സ്നേക്സ് ഉണ്ട്. നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ അവിടെ മുതലകളുണ്ട്. ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾക്ക് ആരുടെ വായിലേക്കാണ് പോകേണ്ടതെന്ന്. കഥ അവസാനിക്കാൻ പോവുകയാണ്. നീ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു. നീ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു. ഇവിടെ, അവിടെ, ഇവിടെ. പാവത്തിന്റെ കഷ്ടപ്പാടുകൾ. ശകാൽ, അവരെ വിട്ടേക്ക്. നീ എന്തിനാ അവരെങ്ങനെ ശല്യപ്പെടുത്തുന്നത്? നിനക്കും എനിക്കും അല്ലേ പ്രശ്നം? അവരെ വിട്ടേക്ക്. ഇല്ല ഇല്ല ഇല്ല, ശത്രുതയിലുള്ള രസം ഇത് തന്നെയാണ്. പക്ഷെ നീ ഇതൊക്കെ കണ്ട് വേദനിക്കണം. എന്നാലും നിനക്ക് ഇത് കണ്ട് ഒന്നും ചെയ്യാനാവില്ല. നീ നിന്റെ കഴിവുകളെ ഓർത്ത് ഒരുപാട് അഹങ്കരിച്ചതല്ലേ. ഇനി നിന്റെ ആ ഡയലോഗ് ഒന്ന് പറ, ഞാൻ കേക്കട്ടെ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവറിനെയും ഒരിക്കലും സംശയിക്കരുത്. പറ, ഞാൻ കേൾക്കട്ടെ. ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പറയൂ മോനെ, പ്ലീസ് ഒന്ന് വേഗം പറയൂ മോനെ. ഒന്ന് പറയുന്നേ, വേഗമാകട്ടെ. തീർച്ചയായിട്ടും ഇതൊക്കെ രുദ്ര തന്നെ ആയിരിക്കും ചെയ്തത്. അവനാ നമ്മളെ രക്ഷിച്ചത്. രുദ്ര നിനക്കൊന്നുമില്ലല്ലോ? രുദ്ര, എണീക്ക്. രുദ്ര, എണീക്ക്. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ അവനെ വിളിച്ചുണർത്തുന്നത്? പാവം, അവൻ ഈ ലോകമെല്ലാം മറന്ന് സുഖമായി ഉറങ്ങുകയല്ലേ. എന്തിനാണ് അവനെ വെറുതെ ശല്യപ്പെടുത്തുന്നത്? ഇനിയും അവന് ഒരുപാട് മധുര സ്വപ്നങ്ങൾ കാണാനുണ്ട്. അവന്റെ സ്വപ്നങ്ങളെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞാൻ നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു കാര്യം കാണിച്ചു തരാം. എന്ത് രസകരമായ കാര്യം? ആദ്യം എന്നോടൊപ്പം വാ. ശകാൽ, നീ എന്തിനാ വെറുതെ ഇവരെ ശല്യപ്പെടുത്തുന്നത്? പ്ലീസ് അവരെ വിട്ടേക്ക്. ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് ശകാൽ, പ്ലീസ്. ഇല്ല, ഒരിക്കലുമില്ല. അവര് ജിനിയും ജോഡിയും വളരെയധികം അപമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെയും ഇവർ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. ഇന്ന് 3 പേരെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കാതെ വെറുതെ വിടില്ല. ഒരു അമ്പേ 3 ഇരകൾ. നിന്റെ ഈ അഹങ്കാരം ചിന്ന ഭിന്നമായി ചിതറിപ്പോകും. ഇനി നീ വലിയൊരു മജിസ്ട്രാണെന്ന് ഒരിക്കലും പറയില്ല. ഇവരുടെ ധിക്കാരവും ചിന്ന ഭിന്നമായി പോകും. ഇവരെ രുദ്ര എപ്പോഴും ഒന്ന് രക്ഷിക്കുമെന്നായിരുന്നു വിശ്വാസം. ഇന്ന് നീ എത്ര ശ്രമിച്ചാലും ഇവരെ രക്ഷിക്കാനാവില്ല രുദ്ര. കാരണം നീ സുഖമായി കിടന്നുറങ്ങുകയാണ്. അതൊരു നിനക്ക് തടവറയാണ്. അത് നീ മനസ്സിലാക്കിക്കോ. ആ തടവറയിൽ നിന്നും നിനക്ക് ഒരിക്കലും പുറത്തു വരാനാവില്ല. യു ആർ ട്രാപ്ഡ്.
inside the dream bubble. നീ എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. രുദ്ര, രുദ്ര. രുദ്ര, രക്ഷിക്കൂ. ഞാൻ മാജിക്, ഞാൻ മായാജാലക്കാരൻ. എന്നെ കണ്ട് പേടിക്ക്. ഞാനാണ് കറക്റ്റ് ഷാക്കാൽ. ഹേയ്, ആരെങ്കിലും മുൻപോട്ട് വന്നാൽ കത്തിക്കരഞ്ഞ് ചാമ്പലായി പോകും. ആരും അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണം. ഷാക്കാൽ, നീ അങ്ങനെയൊന്നും ചെയ്യരുത്. രുദ്ര, ചെല്ലേ, ഈ ആപത്തിൽ നിന്നും അവരെ രക്ഷിക്കേ. പോയി ചെന്ന് രക്ഷിക്കൂ രുദ്ര. ചെല്ലേ, ചെല്ലു രുദ്ര, ചെല്ലേ. മൈര, വരുൺ, ഞാനിതാ വരുന്നുണ്ട്. നിങ്ങളുടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശകാൽ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ രുദ്രയുടെ പവറും അവന്റെ മാജിക്കും നീ സംശയിക്കാനേ പാടില്ല എന്ന്. നീ ഒരു കാലത്ത് നന്നാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അകിര, സകിര. ശകാൽ, നീ എന്റെ കൂട്ടുകാരെ ഒരുപാട് ഉപദ്രവിച്ചു. ഇനി നീ എന്ത് ചെയ്താലും ശരി, ഞാൻ നിന്നെ വെറുതെ വിടില്ല. Zaysaika, Vaysaika, Chuk Bak Bak Boom! രുദ്ര, ഒരിക്കൽ കൂടി നീ വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വരും. Thank you, Rudra. Thank you.
നന്നായിരിക്കുന്നു രുദ്ര, നന്നായിരിക്കുന്നു. നീ ഇന്ന് ചെയ്തത് വളരെ ധീരമായ പ്രവൃത്തിയാണ്. ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഷാക്കാൽ നിന്റെ സ്വപ്നത്തിൽ വന്നത് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ജയ്സിംഗ് ചൗഹാൻ കഴിഞ്ഞാൽ പിന്നെ നീ മാത്രമേ മറ്റുള്ളവരുണ്ടാക്കിയ ഡ്രീം ബബിൾസിൽ നിന്ന് പുറത്തു വന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ.